ഹായ് ഹലോ, ഇതൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഞാൻ വീട്ടിലേക്ക് പോകണം. സാധാരണ ഇപ്പോഴായിട്ട് ഈവനിങ് മഴ പെയ്യുന്നുണ്ടല്ലോ, ഭാഗ്യത്തിന് അന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വീട്ടിൽ ചെന്നപ്പോഴേക്കും നിച്ചൂട്ടൻ്റെ അമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. ചേച്ചി ഞാൻ എത്തുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ ഞാൻ ചെന്ന് ഉടുപ്പൊക്കെ മാറി മേലൊക്കെ കഴിയതിന് ശേഷം വിളക്ക് വെച്ചായിരുന്നു. അപ്പോഴാണ് ആൻറ്റി അപ്പുറത്തുനിന്ന് ചക്കട തന്നത്. പിന്നെ അതും കഴിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ വന്നപ്പോൾ കുക്കുംബർ ഇരിക്കുകയുണ്ടായിരുന്നു. അതിങ്ങനെ മുളകും ഉപ്പൊക്കെ ഇട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുക്കുംബർ മാത്രമല്ല, നമുക്ക് പച്ചമാങ്ങ അതേപോലെ തന്നെ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെയും വിശക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയ്ക്ക് കയറിയിട്ടു. അപ്പോൾ കരിമീൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് വെച്ച് കരിമീൻ പുള്ളിക്കുകയും വേണം, മപ്പാസും ഉണ്ടാക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ അടുക്കളയ്ക്കൊന്ന് ഒതുക്കണേ, സ്പേസ് ഉണ്ടായിരുന്നില്ല ഗൈസ്. അപ്പോൾ ഉള്ള പാത്രമൊക്കെ എടുത്ത് ഞാൻ വാഷ് ബേസിനിലിട്ടിട്ട് അവിടേക്കൊന്ന് ഒതുക്കി. അതിനുശേഷം പിന്നെ ഞാൻ എൻ്റെ കുക്കിങ്ങിലേക്ക് കിടന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മഞ്ഞപ്പൊടിയും മുളകൊക്കെ കുറച്ച് മാത്രം ഇട്ടിട്ട് ഇങ്ങനെ പുരട്ടി വെച്ചേക്കണം കേട്ടോ. ബാക്കി ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇതേപോലെ അരിഞ്ഞൊക്കെ തന്നായിരുന്നു. പിന്നെ നമുക്ക് മപ്പാസിന് തേങ്ങാപ്പാൽ വേണം. അപ്പോൾ അത് ഞാൻ ചിരണ്ടാൻ വേണ്ടി ചിരവേക്ക് ഇങ്ങനെ കഴുകിയെടുക്കണം. താഴെ വെക്കണതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കയറിയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ കഴുകി തേങ്ങയൊക്കെ ചിരണ്ടി തേങ്ങാപ്പാലൊക്കെ സെറ്റ് ചെയ്ത് വെക്കും. ആദ്യമേ ഞാൻ അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം കുക്കിങ്ങിലേക്ക് കിടക്കാറുള്ളൂ. വാള വാട്ടാനിട്ടതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഹാളിൽ വന്നിരുന്നായിരുന്നു കേട്ടോ. അപ്പം അമ്മ തുണിയൊക്കെ മടക്കി വെക്കണമായിരുന്നു. അതിനുശേഷം നമ്മുടെ സവാളയൊക്കെ വാടിയും പൊടികളൊക്കെ ഇട്ട് അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നമ്മുടെ മപ്പാസും ആവാനുണ്ട്, ഇപ്പുറത്ത് നമ്മുടെ മീൻ പൊള്ളിച്ചതും ആവുന്നുണ്ട്. എല്ലാം ഇതേപോലെ ഒരുക്കി, അതായത് അടുത്തടുത്ത് വെച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കറിയൊക്കെ ആക്കാം. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ കറികളൊക്കെ ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചായിരുന്നു. എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം നല്ല വിശപ്പായിരുന്നു ഗൈസ്. പിന്നെ കുറച്ച് നേരം നമ്മൾ വാവയൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നായിരുന്നു. ഒത്തിരി സന്തോഷവും താങ്ക്സും ഉണ്ട് കേട്ടോ. കാരണം എനിക്ക് പനിയാന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ കുറേ കമൻറ്റ്സ് വന്നാണ്, എന്ത് പറ്റി, എങ്ങനെയാണ്, ഓക്കെ ആയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി സന്തോഷം. കാരണം നമ്മുടെ കൂടെ നടക്കണവർ പോലും നമ്മളോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ ഇതുവരെ കാണാത്തവർ മെസ്സേജ് അയച്ച് ചോദിക്കുക, ഇൻസ്റ്റയിലായാലും ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷം.